السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين الموصوف لا نبي بعده، وعلى آله وصحبه ومحبيه وحزبه. ما لذة العيش إلا صحبة الفقراء، هم السلاطين والسادات والكبراء، واصحابهم وتأدب في مجالسهم، وخل حظك مهما قدموك وراء، واستغنم الوقت واحضر دائما معهم، واعلم بأن الرضا يختص من حضرا. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم مولاي. ഏറ്റവും ആദരവും ബഹുമാനവും അർഹിക്കുന്ന ഈ മഹനീയ സംഗമത്തിൻ്റെ അധ്യക്ഷർ സയ്യിദ് അവറുകളെ, ഈ നാടിൻ്റെ ആത്മീയ നേതൃത്വം അബൂ സാലിഹ് ഉസ്താദ് അവറുകളെ, എൻ്റെ പ്രിയ ഗുരുവര്യർ അരൂർ ഉസ്താദ് അവറുകളെ, മറ്റു സിറാജ് ഉസ്താദ് അടക്കമുള്ള ഉലമാക്കളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന സംസാരം, ഉപദേശം ഹജ്ജത്തുൽ ഉലമ മൗലാന അവറുകളുടേതാണ്. അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ഇനിയും ദീർഘകാലം ദീനിനെ സേവനം ചെയ്യാൻ, നമുക്ക് ആസ്വദിക്കാൻ അള്ളാഹു തുണക്കട്ടെ. നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അളം അസ്സയ്യിദ് അഷ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാന്റെ പേരിലാണ്. അതോടൊപ്പം നാം ഏറ്റവും കടപ്പെട്ട, പ്രത്യേകിച്ച് ഈ നാട്ടുകാർ കടപ്പെട്ട ശൈഖുന താജുൽ ഉലമ ഖുദ്വത്തുൽ മുഹഖ്ഖിഖീൻ മഹാനെ ഓർക്കാതെ നമുക്കൊരു സംഗമമില്ല, അവിടത്തെ പറയാതെ നമുക്കൊരു വേദിയുമില്ല. ഞാനിവിടെ കേൾപ്പിച്ച മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാന്റെ അടുക്കലിൽ വെച്ച് ഹറമിൽ, മക്കയിലെ ഹറമിൽ വെച്ച് പഠിച്ച ഖുതുബും, അതോടൊപ്പം മഹാന്റെ അടുക്കൽ നിന്ന് തന്നെ സൂഫിസത്തിന്റെ സ്ഥാനവസ്ത്രവും ഒക്കെ കരഗതമാക്കിയ അബൂ മദിയൻ അശ്വഈബി റഹിമഹുല്ല മഹാന്റെ പദ്യത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചത്. മാ ലദ്ദത്തുൽ ഐശി ഇല്ലാ സുഹ്ബത്തുൽ ഫുഖറാ. ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തോടെ, എന്താണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ആ ലക്ഷ്യം ആസ്വാദനത്തോടെ കൈവരിക്കാൻ, ആ ജീവിത ലക്ഷ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇല്ലാ സുഹ്ബത്തുൽ ഫുഖറാ. ഫുഖറാക്കളുമായി സഹവസിക്കണം. ഫുഖറ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ഫുഖറ എന്നത് ഫഖീർ എന്നതിന്റെ ജംആണ്. സാധാരണ സാമ്പത്തികമായി വലിയ പുരോഗതിയൊന്നുമില്ലാത്ത ജനങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾക്കാണ് ഫഖീർ എന്ന് പറയൽ. ആ ഫഖീർ അല്ല ഇവിടുത്തെ ഫഖീർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഉണ്ട്, അൽ ഫഖ്റു ഫഖ്രി വ അഫ്തഖിറു ബിഹി. ഫഖർ എന്നത് എൻ്റെ ഫഖറാണ്, ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നത് ഫഖർ കൊണ്ടാണെന്ന് പറഞ്ഞ ആ ഫഖർ. എന്താണ് ആ ഫഖർ?
എല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുക. എന്തും റബ്ബിലേക്ക് പരമേൽപ്പിക്കുന്ന, മറ്റൊന്നും ആരിലും കാണാത്ത ഏത് പ്രവർത്തനങ്ങളിലും റബ്ബ് റബ്ബ് എന്നുള്ള ചിന്ത, അവിടുത്തെ തൃപ്തികരകരമാക്കുക എന്ന ചിന്തയുള്ള ആളുകളുടെ സഹവാസവും കൂട്ടുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലക്ഷ്യം കരഗതമാക്കാൻ വേണ്ടതെന്ന് മഹാനവറുകൾ പറയുകയാണ്. നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ഇന്ന് ഇവിടെ ആദരിക്കുന്ന, നമ്മളേറ്റവും പ്രതീക്ഷയോടെ കാണുന്ന ഹുജ്ജത്തുൽ ഉലമ, അവരൊക്കെ ആസ്വദിച്ചത് ആ ജീവിതമാണ്. അവരാരെയാണ്, ആരോടൊപ്പമാണ് സഹവസിച്ചത്, ആരോടൊപ്പമാണ് കൂട്ടുകൂടിയത്? ശൈഖുന താജുൽ ഉലമയോടൊപ്പമാണ്. അല്ലാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആ മഹാമനീഷി, ആ മഹാനുഭാവന്റെ ഹാദിമായി അവിടുത്തെ പാതയിൽ അടിയുറച്ചു നിന്ന് ദീനിന് സേവനം ചെയ്യുന്ന ഇവരാണ് ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്നവർ, ലക്ഷ്യത്തിലെത്തിയവർ. അവരെയാണ് നമ്മൾ ഇന്ന്, അവരെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇന്നൊക്കെ ഒത്തുകൂടിയിരിക്കുന്നത്. ആ മഹാന്മാരെ അവലംബിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതത്തിൽ ആ ജീവിതം പിൻപറ്റുമ്പോ, അവര് കാണിച്ച മാർഗം പിൻപറ്റുമ്പോ, അവരോട് കൂട്ടുകൂടുമ്പോ ജീവിതത്തിന് ആസ്വാദനം ഉണ്ടാവും. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നേരെ ഓടുന്നത് സ്ത്രീകൾ, പ്രത്യേകിച്ച് ജ്യോത്സ്യന്മാരുടെ അടുക്കലാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉസ്താദ് എന്ന പേരും പറഞ്ഞ് ബോർഡ് വെച്ചവരുടെ അടുക്കലേക്കാണ്. സത്യത്തിൽ ഇല്ലാ സുഹ്ബത്തുൽ ഫുഖറാ, നമുക്കതിന്റെ ആവശ്യമില്ല. നമുക്ക് മഹാന്മാരുണ്ട് ഇവിടെ, അവരെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. എന്നാൽ നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യം നിറവേറാൻ സാധ്യമാകും. അവരാണ് യഥാർത്ഥത്തിൽ അവരാണ് രാജാക്കന്മാർ, അവരാണ് നായകന്മാർ, അവരാണ് വലിയവർ. അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അവരോട് കൂട്ടുകൂടുക. അവരുണ്ടാകുന്ന സദസ്സുകളിൽ പങ്കെടുത്ത് അവരുടെ പൊരുത്തം കരഗതമാക്കി, അവരുടെ മജ്ലിസൊക്കെ പങ്കെടുത്ത് അവരുടെ അദബ്, അവരെങ്ങനെയാണ് ഒരു കാര്യത്തെ, ഒരു വിഷയത്തെ, അവർ ഏത് നയമാണ് സ്വീകരിക്കുന്നത് എന്നൊക്കെ പഠിച്ച് നമ്മൾ ഒരുപാട് ഇപ്പോ സമകാലികമായി ആനുകാലികമായ ഒരുപാട് പ്രശ്നങ്ങൾ, ദീനിന്റെ പല പല മസ്അലകളൊക്കെ വരുമ്പോ നമുക്ക് അവലംബിക്കാൻ നമ്മുടെ ഹുജ്ജത്തുൽ ഉലമയുണ്ട്. ദീനിന്റെ കാര്യങ്ങൾ വരുമ്പോ ആ വിഷയങ്ങളിൽ അവരെ അവലംബിക്കണം, അവരോട് കൂട്ടുകൂടണം. ശാരീരികമായി ശരീരം കൊണ്ട് നമുക്ക് അവരോട് വസിക്കാൻ പറ്റൂലെങ്കിൽ മാനസികമായി അവരുടെ മജ്ലിസുകൾ കേൾക്കണം. എന്തൊക്കെ സൗകര്യങ്ങളുണ്ടല്ലോ, ഓൺലൈനിലൊക്കെ എന്തു വേണമെങ്കിലും കേൾക്കാൻ സൗകര്യങ്ങളുണ്ട്. പഠിക്കണം. മാസത്തിൽ മൗലാന ഹുജ്ജത്തുൽ ഉലമയുടെ ഒരു സമകാലിക പരിപാടി നടക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്ന ആനുകാലികമായി എന്തൊക്കെ വിഷയങ്ങൾ വരുന്നുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ, അതിനൊക്കെ പരിഹരിച്ചുകൊണ്ട് അതിൽ നമ്മുടെ വിശ്വാസിയുടെ നയമെന്താണ്, വിശ്വാസിയുടെ നിലപാടെന്താണ്, ഇത് പഠിക്കാൻ. നിന്റെ മനസ്സിൽ തോന്നുന്ന, നിന്റെ മനസ്സ് തോന്നിക്കുന്ന എന്തൊക്കെയോ വിഷയങ്ങൾ, ഒരുപക്ഷേ ആൾ ഫലമുണ്ടാവില്ല, ഒരാളൊന്നുമില്ലല്ലോ, ചെറിയ സംഘടനയില്ലേ, അത് ദുന്യവിയായ ഹുബ്ബിനോടുള്ള, ദുന്യാവിനോടുള്ള ഹുബ്ബിന്റെ ഭാഗമായി നിന്റെ മനസ്സിൽ തോന്നുന്നതാണ്. അത് ഒഴിവാക്കണം. അവരെ പിൻപറ്റുമ്പോ, അവരെ അവലംബിക്കുമ്പോ അതൊക്കെ പോയി അവരെന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്, അതൊരു പക്ഷെ പ്രയാസമായിരിക്കും, ജനങ്ങളുടെ ഇടയിൽ ഒരു പക്ഷെ സ്വീകാര്യത കുറവായിരിക്കും. ബാങ്കിന് മൈക്ക് വേണ്ട, ഖുതുബക്ക് മൈക്ക് വേണ്ട എന്ന് പറയുമ്പോ ഇതൊന്നും ഒരു പുരോഗതിയില്ലാത്ത ആളുകളാണെന്ന് പറയും. പറഞ്ഞാൽ പറയട്ടെ, ദീന് രക്ഷപ്പെടാൻ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഇവിടെ പ്രയാസം അനുഭവിക്കേണ്ടതുണ്ട്.
സമയമെല്ലാം അവര് പറയുന്നത് കേൾക്കാൻ, അവരെഴുതിയത് വായിക്കാൻ, അവരെ നിലപാടുകൾ പഠിക്കാൻ, അവർ ഏത് വിഷയം, ഭൗതികമായ വിഷയങ്ങളാവട്ടെ ദീനിയായ വിഷയമാവട്ടെ, ഭക്ഷണം എങ്ങനെ കഴിക്കേണ്ടതെന്ന് പഠിക്കാൻ ഇത്തരം ആലിമീങ്ങളുടെ കൂടെ കൂടിയാ നമുക്ക് പഠിയും. വഅലം ബി അന്ന റിളാ യഖ്തസ്സു മൻ ഹളറ. ആ ആലിമീങ്ങളെ കേൾക്കാനും പഠിക്കാനുമാണ് നമ്മൾ ഇവിടെ വന്നത്. അതുകൊണ്ട് എന്താണ് അങ്ങനെ ഹാദിറായവർക്ക് വഅലം ബി അന്ന റിളാ, അല്ലാഹുവിന്റെ റിള കിട്ടും എന്നാണ് മഹാനവറുകൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളും ഇൽമി സദസ്സുകളൊക്കെ കേൾക്കുന്നവരും പങ്കെടുക്കുന്നവരുമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാകുന്നില്ല. മൗലാനയെ നമ്മൾ കേൾക്കുന്നു, മറ്റു പലരെയും നമ്മൾ കേൾക്കുന്നു, ആലിമീങ്ങളെ കേൾക്കുന്നു, വായിക്കുന്നു, പഠിക്കുന്നു, പക്ഷേ അതൊരു ഉപകരിക്കുന്നില്ല. എന്താണ് അതിന് കാരണം? അഞ്ചാം ഖുതുബ് എന്നറിയപ്പെടുന്ന അബൂ ഹസൻ ശാദുലി റഹിമഹുല്ല പറയുന്നു, കാന യഖൂൽ അർബഉ ലാ യൻഫഉ മഅഹും ഇൽമുൻ. 4 വിഭാഗം ആളുകൾ എന്ത് പഠിച്ചാലും ഉപകരിക്കൂല, അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. എത്ര വലിയ വാഇലിന്റെ അടുക്കലിൽ നിന്ന് പഠിച്ചാലും, എത്ര വലിയ ആലിമിന്റെ അടുക്കൽ നിന്ന് പഠിച്ചാലും ജീവിതത്തിൽ അതുകൊണ്ട് ഒരു നഫ്ഉ ഉണ്ടാവില്ല. ഏതാണ് ആ 4 വിഭാഗം? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ടതാണ്. ഒരു 4 വിഭാഗം ആളുകൾ, അവരുടെ ഇൽമു നാഫിയാകൂല. ആരാണവർ? ഒന്ന്, ഹുബ്ബുദ് ദുനിയ, ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നവർ, സ്ഥാനമോഹങ്ങളുള്ളവർ, സമ്പത്തിനെ ആഗ്രഹിക്കുന്നവർ. അവർക്ക് ദീനിൽ പിടിച്ചിക്കാൻ കഴിയൂല, അവര് ദുന്യാവിന്റെ ആളുകളായി മാറും. അങ്ങനെ ദുന്യാവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്ത് ഇൽമെങ്ങനെ ഉപകരിക്കാനാണ്? ഇൽമെങ്ങനെ ഉപകരിക്കാനാണ്? വനിസ്യാനുൽ ആഖിറ, മറ്റൊരു വിഭാഗം ആഖിറത്തിനെ മറക്കുക. ഹുബ്ബുദ് ദുനിയ ഉണ്ടായ പിന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ, ദുന്യാവിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ആഖിറ. രണ്ടും ജംഉ ചെയ്യാൻ പറ്റൂല. ഇമാം ഗസാലി റഹിമഹുല്ല പലപ്പോഴും പറയുന്ന 2 ഓപ്പോസിറ്റാണ്. രാവും പകലും ഒരുമിച്ച് കൂട്ടാൻ പറ്റാത്തതുപോലെ ദുന്യാവ് ആഖിറ രണ്ടും വേണമെന്ന് പറഞ്ഞാൽ നടക്കൂല. ദുന്യാവും വേണം ആഖിറും വേണം, നടക്കൂല. ഒന്നെല്ലാം ദുന്യാവ് അല്ലെങ്കിൽ ആഖിറ. അല്ലാഹു ആഖിറത്തിന്റെ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിസ്യാനുൽ ആഖിറ വഖൗഫുൽ ഫഖർ, പേടി. ആ സംഘത്ത് പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ ജോലി കിട്ടൂല. ഫഖർ, പേടിയാ. ദാരിദ്ര്യം ഉണ്ടായിപ്പോവും, ജനങ്ങളുടെ ഇടയിൽ സ്ഥാനം ഉണ്ടാവില്ല. പണത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ പലതും ചെയ്യുന്നത്. കച്ചവടം ചെയ്യുന്നത്, കച്ചവടത്തിൽ ലാഭമുണ്ടാക്കുമ്പോൾ പലരെയും പറ്റിക്കുന്നത്, വഞ്ചിക്കുന്നത് ഒക്കെ എന്തിനാണ്? സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനാണല്ലോ. അപ്പൊ ഫഖർ പേടിച്ചുകൊണ്ട് നമ്മൾ പഠിച്ച ഒരു ബൈഅ് ചെയ്യുമ്പോ, ഒരു കച്ചവടം ചെയ്യുമ്പോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യം ചെയ്യുമ്പോ അവിടെ ദീനിന്റെ നയം ഇന്നതാണ്, പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റണില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ലാഭം കുറയും. അപ്പൊ നമ്മൾ പഠിച്ച ഇൽമ് അവിടെ ഉപകാരമില്ലാണ്ടാവും. 4-മത്തേത് വഖൗഫുൻ നാസ്, ജനങ്ങളെ പേടിക്കുക. ജനങ്ങളെ പേടിച്ചുകൊണ്ട് ദീനിന്റെ കാര്യങ്ങളെ നമ്മൾ മാറ്റി നിർത്തും. ഒരു കല്യാണം വരികയാണ്, അല്ലെങ്കിൽ ഒരു നിക്കാഹ് വരികയാണ്, അപ്പൊ അത് ചെയ്തില്ലെങ്കിൽ പോലെന്താ വിചാരിക്കാം? അവരെന്താണ് വിചാരിക്കുക? ഇവരെന്ത് വിചാരിക്കും? അവരെന്തും വിചാരിക്കൂല എന്ന് പേടിച്ച്, ജനങ്ങളെ പേടിച്ച് ചെയ്യാം. ജനങ്ങളെ പേടിച്ച് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. പള്ളി പോയില്ലെങ്കിൽ എന്ത് വിചാരിക്കും? അപ്പൊ ഒന്ന് പോവാം, തീർന്നില്ലേ? ഖൗഫുൻ നാസ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരം കിട്ടും എന്ന്, പരലോകത്ത് ഉപകരിക്കുമെന്ന് തോന്നുന്നത് നീ ചെയ്യുക. ആ വളരെ ആവേശത്തോടെ, ഹിർസോടുകൂടെ ചെയ്യുക. ജനങ്ങൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ,
പഴഞ്ചന്മാരാണ് എന്ന് പലരും പറഞ്ഞേക്കാം. അവർ ഇതുവരെ പുരോഗമിച്ചിട്ടില്ല എന്ന് പലരും പറഞ്ഞേക്കാം. ദീനിന്റെ നില പറയുമ്പോ, ദീനിന്റെ വിധി പറയുമ്പോ ഇതൊക്കെ മാറ്റാനായില്ലേ എന്ന് പലരും പറഞ്ഞേക്കാം. ജനങ്ങൾ പറഞ്ഞോട്ടെ, ജനങ്ങൾ ജനങ്ങളെ വായടക്കാൻ നോക്കിയാ നടക്കൂല. അവര് പലതും പറയും, അത് മുഖവിലക്കെടുക്കേണ്ടതില്ല. നിനക്ക് ഉപകാരമുണ്ടെന്ന് തോന്നുന്നു, നീ ചെയ്തോ. നിനക്ക് അള്ളാഹും റസൂലും തൃപ്തിപ്പെടുന്ന കാര്യമാണ് എന്ന് തോന്നിയാൽ നീ ചെയ്തോ. പിന്നെയും ബാക്കി ആരെയും നോക്കണ്ട, ആരും എന്തു പറഞ്ഞോട്ടെ. ഇങ്ങനെ ദീനിന്റെ കാര്യത്തിൽ ഒരു വിഷയം പറയുമ്പോ ചെയ്യുമ്പോ ഇത് റബ്ബിന് തൃപ്തി ഉണ്ടാകുമോ, ഇതെന്റെ ഹബീബിന് ഇഷ്ടപ്പെടുമോ, ഇതെന്റെ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് നിർദിനേന നമ്മൾ ഓതുന്ന ആ അൻഅംത അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, ഇത്തരം നമുക്ക് മാർഗം കാണിച്ചു തന്ന, സിറാത്തുൽ മുസ്തഖീം കാണിച്ചു തന്ന മഹത്തുക്കളായ മഹാന്മാർ അവര് കാണിച്ച പാതക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ? ഇതവര് കാണിച്ച മാർഗമല്ലല്ലോ, ഇതതിന് വിപരീതമാണല്ലോ എന്ന് തോന്നിയാൽ ഉപേക്ഷിച്ച് കളയണം. അല്ലാഹു അങ്ങനെ റബ്ബിന്റെ തൃപ്തി കരഗതമാക്കാൻ ആ രീതിയിൽ നമ്മുടെ ചലനങ്ങളും പ്രവർത്തനങ്ങളും വാക്കുകളും എല്ലാം റബ്ബിന് തൃപ്തിപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാനും നടത്താനും അല്ലാഹു ഈ മഹത്തുക്കളായ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ഹക്ക് കൊണ്ട് നമുക്ക് അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. അങ്ങനത്തെ ദീനിയായ ആളുകളായി ഇനിയുള്ള ശിഷ്ടകാലം റബ്ബിന്റെ തൃപ്തിയിലായി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും, നാം സ്നേഹിക്കുന്ന, നമ്മൾ കടപ്പെട്ട, നമ്മളോട് കടപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.